അയ്യോ വണക്കം. കേരളത്തിൽ സീറ്റുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയില്ല. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുണ്ട് പക്ഷേ സീറ്റില്ല. ഇനി നേരെ വെസ്റ്റ് ബംഗാളിലോട്ട് കെട്ടിയെടുക്കുകയാണെങ്കിലോ അവിടെ മുഖ്യമന്ത്രിയുണ്ട് സീറ്റുമുണ്ട് പക്ഷേ മുൻ മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല സംസ്ഥാനങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കോളിളക്കം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനൊരു കാര്യം പറയാം. ഈ ടി വി കെയിൽ 108 MLA ജയിച്ചല്ലോ. ഈ 108 MLA ആരൊക്കെയാണ്? ആർക്കറിയാം? എടി ഇവനൊക്കെ ഏവനടാ, എടി ഇവനെയൊക്കെ എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നേടാ എന്നൊക്കെയാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ 108 MLA 234 തൊകുതിയിൽ 108 MLA ടി വി കെയുടെ ജയിച്ചു. ഈ 108 അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 234 ബാക്കി എത്ര സീറ്റുകളുണ്ട്? അപ്പോൾ അത്രയും സീറ്റിലെ ആൾക്കാർക്ക് ടി വി കെ വിജയിക്കേണ്ട എന്നുള്ളതാണല്ലോ ആഗ്രഹം. അവരൊക്കെ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ യുവന്മാരൊക്കെ ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ യുവന്മാരുടെ, അതായത് ടി വി കെയുടെ വിജയിച്ച MLA എല്ലാം പഴയ പല ചരിത്രങ്ങളും പുറത്തു വരുന്നുണ്ട്. പോക്സോ കേസിലെ പ്രതി, കഞ്ചാവ് കേസിലെ പ്രതി, പെണ്ണുപിടിയന്മാർ, കള്ളുകുടിയന്മാർ, യവന്മാരെയൊക്കെയാണ് നിർത്തി ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതിലത് നിൽക്കില്ല. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വരാം. ബോധൈപ്പൊരുൾ തടൈ ചെയ്യും എന്നാണ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ കള്ളും കഞ്ചാവൊക്കെ ഒഴിക്കും എന്ന് അണ്ണൻ പറഞ്ഞ കയറിയ ആ ഒരു നിമിഷത്തിൽ തന്നെ അവിടെ വിജയിച്ച ഒരു MLA തന്നെ അടിച്ച് വീലായി അവിടെ കിടന്ന് പാമ്പായിട്ട് ഇഴയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യണം. തൽക്കാലം നമുക്ക് അണ്ണനെ കൊണ്ട് ഇപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും മുഖ്യമന്ത്രി സ്ഥാനം അണ്ണനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഭരണം രൂപീകരിച്ച് മുഖ്യമന്ത്രി അണ്ണനെ ആക്കി കയറ്റാതെ എനിക്കൊരു മനനിമ്മതിയില്ല. കാരണം അണ്ണൻ ഭരിക്കണം, ഭരിച്ച് കാണിച്ചു കൊടുക്കണം. 12 LPG സിലിണ്ടറുകളിൽ 6 ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാണ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്ന 6 കൊടുക്കാൻ പറ്റൂല. അണ്ണൻ ഇറാനിൽ പോയി ചെന്നിറങ്ങി ഇറാൻ മൊത്തം കൊള്ളയടിച്ചാൽ പോലും 6 സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റൂല എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി അണ്ണൻ 6 സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ അണ്ണൻ കേന്ദ്രത്തിന് കുറ്റം പറയുമോ, കേന്ദ്രം തന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയില്ല, അതോടുകൂടി കാര്യം കഴിഞ്ഞു. അങ്ങനെ പറയുമോ, അല്ലെങ്കിൽ അണ്ണൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? എൻ്റെ വിചാരം അണ്ണൻ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ്. കാരണം അണ്ണൻ ഇത്രയൊക്കെ നടത്തിയെടുക്കാമെങ്കിൽ 6 സിലിണ്ടർ അണ്ണൻ പുഷ്പം പോലെ കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അണ്ണൻ അധികാരത്തിൽ കയറണം അതിന്. അപ്പോൾ അണ്ണൻ അങ്ങനെ അധികാരത്തിൽ കയറാനായിട്ട് വെമ്പി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ അണ്ണനെ 2 വട്ടം തിരിച്ചയച്ചു. 2 വട്ടം തിരിച്ചയച്ച ഈ ഒരു സാഹചര്യത്തിൽ അണ്ണൻ ഒരു സിനിമാ സ്റ്റൈൽ നീക്കം നടത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ വെറുതെ കേട്ടാൽ പോരാ. ഇത് നമ്മൾ കത്തി സിനിമയിലെ BG ഇട്ട് കേൾക്കണം. ടാൻ ടട്ടാൻ ടട്ടാൻ ടട്ടട്ടാൻ ടട്ടട്ടാൻ ടട്ടാൻ ടട്ടട്ടാൻ 108 MLA രാജിവെക്കാൻ അണ്ണൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. ADMKയും DMKയും എങ്ങാനും സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞാൽ 108 MLA രാജിവൈ എന്നാണ് അണ്ണൻ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ഈ ഗവർണർ സത്യം പറഞ്ഞ ഒരു കളി കളിച്ചതാണ്. അതിപ്പോൾ തുറന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഇവിടെ ടി വി കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എങ്കിലും അവർക്ക് 118 സീറ്റ് ഇതുവരെ തികയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. ADMKയിലെ വേട്ടാവളിയന്മാർ അവന്മാർ ആര് പിടിച്ചാലും, അതായത് 2 ചിക്കൻ പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ആരെ പുറകെ വേണോ പൊക്കോളും. അങ്ങനത്തെ ഒരു ടീമാണ് ADMKയിലെ ടീമുകൾ എന്ന് പറയുന്നത്. അമ്മ തലൈവി ജയലളിത ഉണ്ടായപ്പോൾ മാത്രമാണ് അവന്മാർ അമ്മയുടെ കാൽ കിഴി കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഏത് വേട്ടാവളിയും വിളിച്ചാലും പിറകെ പോകും, ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് വിജയ് വിളിക്കുമ്പോൾ വിജയുടെ പിറകെ പോകാതിരിക്കാൻ പുതുച്ചേരിയിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ പുതിയ വാക്കാണ് റിസോർട്ട് രാഷ്ട്രീയം. കുതിര കച്ചവടമല്ല, റിസോർട്ട് രാഷ്ട്രീയം പ്രയോഗിച്ച് ADMK അവരെല്ലാം റിസോർട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ആ റിസോർട്ടിലുള്ള ആ MLA കാണാനായിട്ട് നമ്മുടെ എടപ്പാടി പളനിസ്വാമി പോയിരിക്കുകയാണ്. എടപ്പാടി പളനിസ്വാമി അവിടെ പോയിട്ട് ആ MLA ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയ്ക്ക് മനസ്സിലായി DMKയും ADMKയും കൂടെ വലിയ രീതിയിൽ സഖ്യം രൂപീകരിച്ച് തന്നെ പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ യുവന്മാർ 2 പേരും കൂടെ സഖ്യം രൂപീകരിച്ചാലും 106 സീറ്റ് മാത്രമേ വരൂ. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ കൂടെ ഇവരെ പിന്തുണയ്ക്കണം. അങ്ങനെ പിന്തുണയ്ക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ടി വി കെയെ പ്രതിപക്ഷത്തിരുത്താം എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എന്തൊരു പിടിക്കിനാണ് ഈ ടി വി കെയൊക്കെ എടുത്ത് പ്രതിപക്ഷത്തിരുത്തുന്നത്? ജനങ്ങൾ എന്തായാലും വോട്ടിട്ട് കൊടുത്തു. ജനങ്ങൾ വോട്ടിട്ട് കൊടുത്തെങ്കിൽ ടി വി കെ ഭരിക്കട്ടെ എന്നങ്ങോട്ട് വിചാരിക്കണം. ടി വി കെ ഭരിക്കുമ്പോൾ 5 കൊല്ലം ഭരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ പദ്ധതികൾ, അവർ ഭരിക്കട്ടെന്ന് എന്നാണ് വേറെ പല ആൾക്കാരും പറയുന്നത്. പ്രത്യേകിച്ച് സ്റ്റാലിൻ പൊട്ടിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാലിന് പിന്നെ എന്തും പറയാം, അത് വേറൊരു കാര്യം. എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു വാചകം എവിടെ നിന്നൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ADMKയും DMKയും കൂടെ ഒന്നിക്കുമ്പോൾ പളനിസ്വാമി മുഖ്യമന്ത്രിയാകട്ടെ ഇത് പറഞ്ഞതുകൊണ്ടായിരിക്കും മിക്കവാറും സ്റ്റാലിൻ അല്ലെങ്കിൽ വിജയ് ഭരിക്കട്ടല്ലേ, എന്തിനാണ് നമ്മളിപ്പോൾ സഖ്യമൊക്കെ
രൂപീകരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇയാൾ തോറ്റ് പണ്ടാരം തുടങ്ങിയല്ലോ. വിജയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാബു അവിടെ നിന്ന് ഇവനെ തോപ്പിച്ച് പണ്ടാരം ഉടക്കി പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. അങ്ങനെ പൊട്ടിച്ച് അട്ടത്തിരുത്തിയ ശേഷം സ്റ്റാലിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സഖ്യമൊന്നും വേണ്ട. പക്ഷേ DMK രണ്ടാം നിര നേതാക്കൾ ഇത് സമ്മതിക്കുന്നില്ല. DMK രണ്ടാം നിര നേതാക്കൾ പറയുന്നത് സഖ്യം രൂപീകരിക്കണം, വിജയ് ഇനി കയറി കഴിഞ്ഞാൽ ഒരു 10-15 കൊല്ലത്തേക്ക് വിജയെ നമുക്ക് താഴെ ഇറക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് വിജയെ തടയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പുതുച്ചേരിയിൽ MLA-മാരുമായിട്ട് ഇവർ ചർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോയിരിക്കുകയാണ്. ഇനി ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അത് വേറെ ആരുമല്ല, അത് അണ്ണാമലയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അണ്ണാമല. ഞാൻ പച്ചയ്ക്ക് ഒരു കാര്യം പറയാം. ഈ അണ്ണാമലയെ അവിടെ അമിത്ഷാ വന്ന് അണ്ണാമലയെ 2 മണിക്കൂർ ചർച്ച നടത്തി അണ്ണാമലയെ എടുത്ത് മാറ്റിയിട്ട് അണ്ണാമലയോട് പറഞ്ഞു നമുക്ക് ADMK സഖ്യം രൂപീകരിക്കണം. കാരണം അറിയാമല്ലോ 294 സീറ്റൊക്കെ ആയിട്ടാണ് ഇത്തവണ മോദി അധികാരത്തിലേറിയിരിക്കുന്നത്. അപ്പം നമുക്ക് രാജ്യസഭ MP-മാർ വേണം. അതുകൊണ്ട് നമുക്ക് ബില്ലൊക്കെ പാസ്സാക്കണം. ബില്ലൊക്കെ പാസ്സാക്കണമെങ്കിൽ നമുക്ക് പല സംസ്ഥാനങ്ങളും പിടിക്കണം. സഖ്യമായിട്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങൾ പിടിച്ചേ മതിയാകൂ. വെസ്റ്റ് ബംഗാളിൻ്റെയൊക്കെ ഗതി പരിതാപകരമാണ്. തമിഴ്നാട് നമ്മുടെ ഒരു റഡാറുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഒരു സഖ്യം രൂപീകരിച്ച് ഒരു NDA സർക്കാർ വന്നാൽ നമുക്ക് ഒരുപാട് രാജ്യസഭ MP-മാരെ കിട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ പോപ്പുലേഷൻ ബില്ല്, യൂണിഫോം സിവിൽ കോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അണ്ണാമല ഒന്ന് സഹകരിച്ച് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്. 2 മണിക്കൂറൊന്നും അമിത്ഷാ ആർക്ക് വേണ്ടും മാറ്റി വെച്ചിട്ടില്ല. കൂടി പോയാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഇതൊക്കെയാണ് മാറ്റി വയ്ക്കുന്നത്. അണ്ണാമല മാനം മര്യാദയ്ക്ക് മാറിയുന്നു. അണ്ണാമല എപ്പോഴും പറയുന്നുണ്ട് തമിഴ്നാട് ഒരു കൾച്ചറൽ ഷിഫ്റ്റിലേക്ക് വരികയാണ്. NDA അവിടെ 18% വോട്ട് കഴിഞ്ഞ തവണ പിടിച്ചിരുന്നു. 18% വോട്ടെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഈ 18% വോട്ട് അവിടെ ആയിക്കഴിഞ്ഞു. ഇനി ഒരു 10 കൊല്ലം കൂടെ തന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഞാൻ പിടിച്ച് കയ്യിൽ തരാം എന്നാണ് അണ്ണാമല കൃത്യമായിട്ട് പറഞ്ഞത്. അണ്ണാമലയുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ അണ്ണാമലയാണ് DMKയുടെ ഇമേജിനെ ഏറ്റവും കൂടുതൽ ടാർണിഷ് ചെയ്യാനായിട്ട് അവിടെ പരിശ്രമിച്ചതും അതിൽ വിജയിച്ചതും. കാരണം DMKയുടെ എത്രയധികം മന്ത്രിമാരെ അണ്ണാമലെ രാജിവെപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. DMK ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫയൽസ് കൊണ്ടുവന്ന് യുവമാരുടെ സകല ചരിത്രവും ഭൂമിശാസ്ത്രവും തോണ്ടിയെടുത്ത് യുവമാർ ഒളിച്ചു ചെയ്യുന്ന അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവന്ന് DMK ഇത്രയധികം ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്തത് അണ്ണാമല എന്ന് പറഞ്ഞ BJP നേതാവാണ്. ആ BJP നേതാവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ അണ്ണാമല എക്സ്പോസ് ചെയ്ത DMK എതിർക്കാൻ വിജയ് വരികയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഫലം വിജയ് ഒരുപാട് അങ്ങ് യൂസ് ചെയ്തു. കാരണം ഒരുപാട് മന്ത്രിമാർക്ക് അവിടെ ചീത്തപ്പേരായി. പൊന്മുടി, പിന്നെ മറ്റേ പളനിവേൽ ത്യാഗരാജൻ, അങ്ങനെ ഒരുപാട് മന്ത്രിമാർക്ക് അവിടെ ചീത്തപ്പേരായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അതിനുശേഷം വിജയ് വന്ന് അത് മൊത്തമായിട്ട് അതങ്ങ് കൊയ്തുകൊണ്ടുപോയി. അണ്ണാമല ഇപ്പോൾ BJPയിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് അമിത്ഷാ വന്ന് ADMKയും BJPയും കൂടെ സഖ്യം ചേർത്ത് വെച്ചു. യവന്മാർ ADMK ആണെങ്കിൽ ഇപ്പോൾ BJPയെ വിട്ടിട്ട് എങ്ങോട്ട് പോകാൻ പോവുകയാണ്, വിജയിയെ പിറകെ പോകാൻ പോവുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. BJPക്ക് കഴിഞ്ഞ തവണ അവിടെ 4 സീറ്റ് ഉണ്ടായിരുന്നു, 1 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ അണ്ണാമല ഇപ്പോൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ BJPക്ക് അണ്ണാമല ഇത്തവണ വാഗ്ദാനം ചെയ്തിരുന്നത് 10 സീറ്റാണ്. ഞാൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു 10 സീറ്റ് BJPക്ക് പിടിച്ച് തന്നേനെ എന്ന് അണ്ണാമല കൃത്യമായി അന്ന് അമിത്ഷായോട് പറഞ്ഞു. ഒരുപക്ഷെ ഇപ്പോൾ രാഷ്ട്രീയ ചാണക്യനാണെങ്കിലും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ടേക്ക് പറയുകയാണ്, അമിത്ഷായ്ക്ക് ഒരു പശ്ചാത്താപം തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അണ്ണാമല അവിടെ നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ 10ഓളം സീറ്റ് അണ്ണാമലയ്ക്ക് അവിടെ നിന്ന് പിടിക്കാനായിട്ട് അണ്ണാമലയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണാമല അത് പിടിച്ചിരിക്കും. അത് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അണ്ണാമലയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. TVK അവിടെ 108 സീറ്റുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ 10 പേരെയും കൂടെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ 118 അങ്ങനെ BJPയും TVKയും കൂടെ ചേർന്ന് അവിടെ ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചേനെ. അപ്പോൾ നിങ്ങൾ പറയും വിജയ് BJPയുടെ കൂടെ പോവില്ല എന്നടേ. ഇതൊക്കെ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഗെയിമാണ്. അതിൽ ആദർശമില്ല. വിജയ്ക്ക് പിന്നെ പ്രത്യേകിച്ചില്ല എന്നുള്ളതാണ്. 2010 എന്തോ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരയുടെ ആ ഒരു അവിടെ ചെന്നിരുന്നല്ലോ, കെജ്രിവാൾ അതിലാണ് ഉയർന്നു വന്നത്. അണ്ണാ ഹസാരയുടെ സമരപ്പന്തലിൽ ചെന്നിരുന്ന് അതേ കോൺഗ്രസിനെയാണ് വിജയ് ഇപ്പോൾ TVK ആയിട്ട് ചേർത്ത് നിർത്തി സഖ്യം രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ളൊരു സാധനമേ TVK എന്ന് പറയുന്നൊരു പാർട്ടിക്ക് നിലവിലില്ല. പൊളിറ്റിക്കൽ ഐഡിയോളജി ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ BJPക്ക് കടന്നു കയറാൻ പറ്റുന്ന നല്ല സാഹചര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയം, ദ്രാവിഡൻ, പച്ച തമിഴൻ എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന അവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് TVKയുടെ ഒരു പേരും അറിയാത്ത ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക് അവിടെ വോട്ട് ചെയ്ത് അവിടെ മോളിൽ കയറ്റിയിട്ടുണ്ട്. ഇവരെയൊക്കെ ഹൈജാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇവരെ ഹൈജാക്ക് ചെയ്തില്ലെങ്കിലും ADMK വിജയുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ച് അവിടെ ഭരണം സ്റ്റാർട്ട് ചെയ്തു എന്ന് വയ്ക്കുക. ADMK എന്ന് പറഞ്ഞ ഒരു 2ാം തരം പിടിച്ച പാർട്ടിയാണ്. ഈ പാർട്ടി അവിടെ ഭരണം തുടങ്ങിയെങ്കിൽ ബാക്കിയുള്ള MLA-മാർ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അവരെ നൈസായിട്ട് BJP പാളയത്തിലേക്ക് എത്തിക്കാനായിട്ട് അവിടെയുള്ള BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയ്ക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ ADMK എന്ന് പറഞ്ഞ പാർട്ടി അവിടെ
അസ്തമിക്കും എന്നുള്ളതാണ്. കാരണം ആ പാർട്ടിക്ക് ഇനി നിലനിൽപ്പില്ല. DMKയിൽ നിന്ന് പിരിഞ്ഞു വന്ന പാർട്ടിയാണ്. അങ്ങനെ അവർ നേരെ BJPയിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ അവർക്ക് നേതാക്കളുമില്ല, അണികളുമില്ല, അമ്മയുമില്ല, എല്ലാം അങ്ങ് അസ്തമിച്ച് പണ്ടാരം തുടങ്ങും. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, DMKയെ ഇപ്പോൾ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയല്ലോ. DMKയുടെ ശത്രുവായിട്ടുള്ള TVKയ്ക്ക് അവർ പിന്തുണ കൊടുക്കുകയാണ്. കോൺഗ്രസും DMK അവിടെ ഒന്നായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തി അവർ ഇവിടെ പോയ സ്ഥിതിക്ക് കേന്ദ്രത്തിൽ DMK ഇന്ത്യ സഖ്യം വിട്ട് പുറത്ത് വരുമ്പോൾ അതും BJPക്ക് ഗുണം ചെയ്യും. അവിടെ എവിടെ തിരിഞ്ഞാലും ഗുണം BJPക്ക് മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇവിടെയുള്ള സുഡാപ്പികളും നമ്മളെ കേരളത്തിൽ നല്ല അർബൻ നക്സൽ കമ്മികളൊക്കെ അവന്മാർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവില്ല. അവന്മാർ എഴുതുന്നുണ്ട് ഇത് ശരിയല്ല, TVK വന്നത് ശരിയല്ല എന്ന് കൃത്യമായിട്ട് അവന്മാർ എഴുതും. കാരണം അവന്മാർക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഈ തമിഴ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുളം കലക്കും പോലെ ഇങ്ങനെ കലക്കി മറിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വലിയൊരു പ്രോജക്റ്റാണ് എന്നുള്ളത്. തമിഴ് രാഷ്ട്രീയം ഇങ്ങനെ കലക്കി മറിച്ച് ഇളക്കിയിട്ടിരിക്കുന്നത്. ഇത് ഇവിടെ തിരിഞ്ഞാലും കേന്ദ്രത്തിൽ നോക്കിയാലും തമിഴ് രാഷ്ട്രീയത്തിൽ BJPക്കാണ് നേട്ടം. ഇനി ഇവിടെ നോക്കിയാലും ADMK ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതും BJPക്കാണ് നേട്ടം എന്നുള്ളതാണ്. ഇനി DMKയും ADMKയും സഖ്യം അവർ ഭരണത്തിലേറി എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വിജയ് ഇപ്പോൾ 108 MLA രാജിവെപ്പിച്ച് ഞാൻ പുതിയ ഒരു ഇലക്ഷൻ തന്നെ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും BJPക്ക് നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും അവിടെ കുളം കലക്കി നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഭാഗ്യത്തിന് BJP ഇതിൽ നേരിട്ടിടപെടാത്തതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് വിജയ് ഉയർന്നു വരുന്നു, സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കുന്നു, സ്വാഭാവികമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം ഏറ്റവും അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ എല്ലാം നേട്ടം ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ പോകുന്ന പാർട്ടി BJPയാണ്. പക്ഷേ അതിന് അണ്ണാമലൈ അവിടെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനായിട്ട് വരണം. ഇപ്പോൾ ഉള്ള കിഴങ്ങന്മാരെ കൊണ്ട് ഒന്നും നടക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊരു കാര്യം, ഈ അണ്ണാമലൈ വിജയെ ഒരിക്കലും തെറിയൊന്നും പറഞ്ഞിട്ടില്ല. വിജയ് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്തതും അണ്ണാമലയാണ്. കരൂർ വിഷയത്തിലായിരുന്നാലും സ്റ്റാലിൻ്റെ പരിപ്പിളക്കി കൊടുത്ത അണ്ണാമലൈ. കാരണം വിജയ് വലിയ രീതിയിൽ പേടിച്ച് ഓടിച്ചെന്ന് വീട്ടിനകത്ത് അടച്ചിരുന്നിട്ട് സ്റ്റാലിൻ സാർ ഒന്നും ഇല്ലണ്ണ ഞാൻ വീട്ടിൽ ഇരിക്കും, ഇല്ലണ്ണ ഓഫീസിൽ ഇരിക്കും, നടക്കക്കൂടാതെ നടന്നിടിച്ച് എന്ന് പറഞ്ഞപ്പോൾ അണ്ണാമലയാണ് ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞത്. ഇതിൽ വിജയുടെ മേലെ ഒരു കുറ്റവുമില്ല. അവിടെ പോലീസ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു, അവിടെ അവർ ചെയ്തില്ല. പോരാത്തതിന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുട്ടായിട്ട് ഇട്ട് വയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പിന്നെ പോരാത്തതിന് ഇയാൾ ഒരു പഴയ IPS ഉദ്യോഗസ്ഥൻ കൂടെയാണല്ലോ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിജയ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു നടിയും വിജയും തമ്മിലുള്ള അവിഹിതം അവിടെ പുറത്തു വന്നല്ലോ. അതായത് വിജയുടെ ഭാര്യ തന്നെ അത് ഡൈവോഴ്സ് കേസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അണ്ണാമലയെ വിജയെ ഡിഫെൻഡ് ചെയ്തു. അണ്ണാമലൈ പറഞ്ഞാൽ അതൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതം പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെടും, അതാണ് പൊളിറ്റിക്സ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. ഇതാണ് അവിടെയുള്ള വിജയുടെ ഏറ്റവും കൂടുതൽ അണികൾ, TVKയുടെ അണികൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ബൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അണ്ണാമലൈ വിജയെ ഡിഫെൻഡ് ചെയ്തിട്ടില്ല. ഭാവിയിൽ വിജയ് BJP ക്യാമ്പിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പിന്നെ മറ്റൊരു AAP ആയി മാറും TVK എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. എന്തായിരുന്നാലും എന്ത് സംഭവിക്കണമെങ്കിലും വിജയ് അവിടെ മുഖ്യമന്ത്രിയായി മാറിയേ പറ്റൂ. അതുടനെ തന്നെ മുഖ്യമന്ത്രിയായി മാറും എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയായി വിജയ് മാറും, മാറാതെ എവിടെ പോകാൻ എന്നാണ് നമ്മുടെ TVK അണികൾ ചോദിക്കുന്നത്. അപ്പോൾ ജയ് TVK, തമിഴ് വാഴുക, തമിഴ് നല്ലപോലെ ഇരിക്കുക, തമിഴൻ വാഴുക. അപ്പോൾ ശരി.